ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കൊഴിയാള മീൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചാള മീൻ വാങ്ങിക്കാനാണ് പോയത്, പക്ഷേ ഇപ്പോൾ ചാള മീനൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പിന്നെ കൊഴിയാള മീൻ വാങ്ങി. കൊഴിയാള മീൻ വാങ്ങിച്ചപ്പോൾ രണ്ട് മീൻ അല്ലാത്തതും കൂടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരെണ്ണം ഈ മീനും പിന്നെ ഒന്ന് ആ കിടക്കുന്ന ഈ മീനും കൂടെയാണ്. രണ്ടെണ്ണമാണ് കിട്ടിയത്. ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇതും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. എനിക്കങ്ങനെ ഒന്ന് രണ്ട് കമൻറ്റ് വന്നായിരുന്നേ, ചാള മീൻ ക്ലീൻ ചെയ്യണത് കാണിക്കണം, അയല ക്ലീൻ ചെയ്യണത്. അപ്പോൾ ചാള കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ഇന്ന് കൊഴിയാള ക്ലീൻ ചെയ്യണത് കാണിച്ചു തരാം. നമുക്ക് ചാള മീനാണെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊന്നും ഉരിച്ച് കളയണ്ട. ചാള മീനിൻ്റെ അതാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആ മിനുക്ക് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതങ്ങ് നമുക്ക് ചുരണ്ടി കളഞ്ഞാൽ മതി. ഇതാണെങ്കിൽ നമുക്ക് തോലുരുക്കണം. അപ്പോൾ ഏത് മീനാണെങ്കിലും നമ്മൾ ആദ്യം അതിൻ്റെ രണ്ട് സൈഡിലുള്ളത് ഈ ചിറകുണ്ടല്ലോ, ആ ചിറകൊക്കെ ആദ്യം നമുക്കൊന്ന് വെട്ടിക്കളയണം. രണ്ട് സൈഡിലുള്ളതും വെട്ടിക്കളയണം. ചാളയ്ക്കാണെങ്കിൽ പിന്നെ ഈ താഴെന്ന് കാണൂല, ആ വയറിൻ്റെ ആ ഭാഗത്തു നിന്ന് മുകളിലോട്ടാണ് വെട്ടിക്കളയാനുള്ളത്. ഇതാവുമ്പോഴത്തേക്ക് താഴോട്ടും കൂടെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് പിന്നെ ആദ്യം ഇതിൻ്റെ തലഭാഗത്തുള്ള ഈ സംഭവം എടുത്ത് കളയണം. എന്നിട്ട് അതിനകത്തുള്ള ആ ചെവള പിന്നെ താഴോട്ടെടുക്കുമ്പോൾ അതിനകത്ത് വയറ്റിലുള്ളതൊക്കെ പോവും. പിന്നെ നമുക്ക് തൊലി വലിച്ചൊരിക്കുക. ഈ മീൻ നല്ല എളുപ്പമാണ്, തൊലിയൊക്കെ ഉരിച്ച് എടുക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് ചാള മീൻ കിട്ടണതിൻ്റെ അന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് പ്രത്യേകം എടുത്തിടാം, അതിൻ്റെ ക്ലീൻ ചെയ്യണത്. അപ്പോൾ കൊഴിയാള മീൻ ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യണത്. പൊരിക്കാനാണെങ്കിൽ ഇങ്ങനെ, പിന്നെ കറി വയ്ക്കാനാണെങ്കിൽ നമുക്ക് ആ തലയുടെ ഭാഗം കുറച്ചും കൂടെ വെച്ചിരിക്കാം. ഇത് പൊരിക്കാനായത് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ, നല്ല എളുപ്പമാണ്. പിന്നെ ഇത് പുതിയൊരു മീനാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിനെ നമുക്ക് ആദ്യം ഈ വയറിൻ്റെ അവിടെ നിന്നൊക്കെ മുറിച്ചെടുക്കണം. ഇതിൻ്റെ മുള്ളും അതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കട്ടിയായിരുന്നു. നമുക്കിങ്ങനെ മുറിക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതിൻ്റെ തലയേക്കായാലും നല്ല കട്ടിയുണ്ടായിരുന്നു. അത് ആദ്യം നമുക്ക് ഇതേപോലെ അതിൻ്റെ സൈഡ് രണ്ടും ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ തലഭാഗത്തു നിന്ന് ഇങ്ങനെ പിടിച്ചൊക്കെ എടുക്കണം. ഈ മീനിൻ്റെ തൊലി ഉരിച്ചെടുക്കാം. ഇതിൻ്റെ തൊലിക്കാണെങ്കിൽ നല്ല കട്ടിയുള്ള തൊലിയായിരുന്നേ. നമ്മൾ പിന്നെ ആദ്യമൊക്കെ ഇത് ഉരിച്ചാലും ഉരിയാൻ ഭയങ്കര പാടാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം പിടിച്ചൊക്കെയാണ് ഇങ്ങനെ ഉരിഞ്ഞു വന്നത്. നമ്മൾ കയ്യിൽ പിടിക്കാൻ പാടുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പെടുത്ത് വെച്ചിരുന്നിട്ട് അതിൽ തൊട്ടിട്ട് പിടിച്ച് വലിക്കുമ്പോൾ നമ്മളെ കൈക്ക് കുറച്ചും കൂടെ ഇത് പിടിച്ച് വലിക്കാനായിട്ടൊരു ഗ്രിപ്പ് കിട്ടും. ഇത് നമുക്ക് പൊരിച്ച് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്, ടേസ്റ്റൊക്കെ. ഈ മീനിൻ്റെ പേരറിയാമെന്നുള്ളൊരു കമൻ്റ് ഇട്ടേക്കണേ. തൊലി ഉരിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാ മീനും ഒരേപോലെ തന്നെ നമ്മൾ വലിച്ചെടുത്തിട്ട് അതിൻ്റെ വയറ്റിനകത്തുള്ളതൊക്കെ എടുത്തൊക്കെ കളയണം. പിന്നെ ഇത് വേറൊരു മീൻ. ഇത് ഞാൻ ഇതുപോലെ തന്നെ തൊലിയൊക്കെ ഉരിച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീൻ കട്ട് ചെയ്യാൻ എനിക്ക് കത്തിയെക്കാട്ടിലും കൂടുതൽ എളുപ്പം എനിക്ക് ഇതേപോലെ കത്രിക കൊണ്ട് ഉപയോഗിക്കാനാണ് കൂടുതൽ എളുപ്പം. അതുകൊണ്ട് ഇതേപോലെ മീനും ചിക്കനൊക്കെ കട്ട് ചെയ്യാനും ഇതാണ് കുറേ കൂടെ നമുക്ക് എളുപ്പം. മറ്റത് വെച്ച് എനിക്ക് ഒത്തിരി അത് പാടാണ്. ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് വെട്ടിയൊക്കെ എടുക്കാം. എന്നിട്ട് ഈ മീനും നമ്മളിതിൻ്റെ വയറിൻ്റെ ആ ഭാഗമൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് തൊലി നമുക്കൊന്ന് ഉരിച്ചെടുക്കണം. ഈ മീനിൻ്റെ തൊലിയും നല്ല കട്ടിയുണ്ടായിരുന്നു, അതുകൊണ്ട് തൊലിയൊക്കെ ഉരിക്കാൻ കുറച്ച് പാടാണേ. എങ്കിലും നമ്മൾ ആദ്യം തലഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിങ്ങി വരും. ഒത്തിരി നല്ല കട്ടിയുള്ള തൊലിയായിരുന്നു. പിന്നെ നമ്മൾ കൊഴിയാള മീനിൻ്റെ ഈ തൊലി ഉരിക്കണം. ഈ മീനിൻ്റെയൊക്കെ തൊലി ഉരിക്കണം. വങ്കട മീൻ, ചൂര മീൻ ഇതിൻ്റെയൊക്കെ തൊലി ഉരിച്ചാണ് എടുക്കുന്നത്. പിന്നെ മത്തി, അയല അതൊന്നും തൊലി ഉരിക്കണ്ട. പിന്നെ നമുക്ക് മീൻ എടുക്കുമ്പോൾ അറിയാം, ചില മീനുകൾ തൊലി നല്ല കട്ടിയുള്ളതായിരിക്കും. അങ്ങനെയുള്ള മീനിൻ്റെയൊക്കെ തൊലിയൊക്കെ നമ്മൾ ഉരിച്ചെടുക്കണം. പിന്നെ അല്ലാത്ത മീനൊക്കെ നമ്മൾ തൊലിയൊന്നും ഉരിക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ അതിൻ്റെ ചിറകും പിന്നെ തലഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇതേപോലെ വയറിനകത്തൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ തൊലി ഉരിക്കാത്ത മീനുകളാണെങ്കിലും അതിൻ്റെ പുറത്തൊക്കെ ഉള്ള മിനുക്കണ അതുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചുരുണ്ടിയൊക്കെ എടുത്ത് കളയണം. അയല മീനിലായാലും ചാള മീനിലായാലും നമുക്ക് തൊലിയൊന്നും ഉരിക്കണ്ട. അതിൻ്റെ പുറത്തൊക്കെ പക്ഷേ ഈ പിന്നാലെന്നൊക്കെ പറയില്ലേ, മിനുക്കുള്ള വട്ടം പോലത്തെ ഒരിത്, അതൊക്കെ എടുത്ത് അത്രയും നമ്മൾ ഇതേപോലെ ചുരണ്ടിക്കളയണം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറമൊന്നും വൃത്തിയാവില്ല. നമുക്ക് ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ എടുത്താൽ മതിയേ. അതിൻ്റെ തലഭാഗമൊക്കെ അങ്ങ് എടുത്ത് കളയാം. പിന്നെ കറിക്കുള്ളതാണെങ്കിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. നമ്മൾ
സൈഡൊക്കെ കട്ട് ചെയ്യണത് അതേപോലെ തന്നെ. പിന്നെ തലഭാഗം മാത്രം നമുക്ക് മറ്റേതുപോലെ അത്രയും അങ്ങ് എടുത്ത് കളയണ്ട. അത് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്നങ്ങ് വെട്ടിയെടുക്കാം. നമ്മൾ കറിക്കെടുക്കുമ്പോഴത്തേക്ക് ഈ തലഭാഗം മൊത്തമായിട്ട് അങ്ങ് എടുത്ത് കളയണ്ട. പിന്നെ ചെറിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ തല എടുക്കൂല, നമുക്ക് തല എടുക്കണമെന്നില്ല, മൊത്തമായിട്ട് അങ്ങ് എടുത്ത് കളയാം. ചാള മീനാണെങ്കിലും തീരെ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് തലയും കൂടെ എടുത്ത് കളയാം. കറിക്കാണെങ്കിൽ പക്ഷേ തലയും കൂടെ ഉണ്ടെങ്കിലാണ് കുറേ കൂടെ ടേസ്റ്റ്. പിന്നെ വലിയ മീനെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഇതേപോലെ സൈഡൊക്കെ വെട്ടിയിട്ട് തലയുടെ ഭാഗത്തും ചെറുതായിട്ട് വെട്ടി ആ വായൊക്കെ അങ്ങ് അറുത്തൊക്കെ കളഞ്ഞ് ബാക്കിയെല്ലാം അതേപോലെ തന്നെ ക്ലീൻ ചെയ്തൊക്കെ എടുത്താൽ മതി. ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന അതുപോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ തലയുടെ മുകളിലുള്ള ഈ തൊലിയും കൂടെ ഒക്കെ ഉരിച്ചങ്ങ് കളയണം. ഈ മീനിൻ്റെ തൊലിക്കൊന്നും ഭയങ്കര കട്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല പെട്ടെന്നൊക്കെ ഒന്ന് എല്ലാം ചെയ്തൊക്കെ എടുക്കാം. അങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്താൽ മതി. ചില മീനുകൾ നല്ല എളുപ്പമായിരിക്കും, നമുക്ക് ചില മീനുകളൊക്കെയാണ് ഭയങ്കര പാട്. അങ്ങനെ ഇത് ഫ്രൈക്കും ഇത് കറിക്കും. ഇനി നമുക്കിത് ബാക്കിയിരിക്കുന്ന മീനെല്ലാം ഇതേപോലെ നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. അങ്ങനെ എല്ലാ മീനും കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ കഴുകിയെടുക്കണം. അപ്പോൾ മീൻ അരിയുമ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യം 3-5 വെള്ളത്തിലൊക്കെ കഴുകണം, എന്നാലേ അതിൻ്റെ നല്ല വൃത്തിയാവുള്ളൂ. നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ പിന്നെ വീണ്ടും ബ്ലഡിൻ്റെ അതൊക്കെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. പിന്നെ ഇതാ നമ്മൾ മീൻ അറുത്തതിൻ്റെയൊക്കെ വേസ്റ്റാണ്. ഇതൊരു പൂച്ചയുണ്ട്, നമുക്ക് പൂച്ചയ്ക്ക് എടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കഴുകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തൊക്കെ അതിനൊന്ന് വിരവി എടുത്തിട്ട് കഴുകാം. അതാകുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലുമൊക്കെ മണമൊക്കെ ഉള്ളോ, ചിലർക്ക് നല്ല മണമൊക്കെ പിടിക്കാതെയൊക്കെ ഉണ്ടല്ലോ, ആ മണമൊക്കെ അങ്ങ് മാറും. അപ്പം ഞാൻ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, സാധാരണ നമ്മളൊരു 5-6 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ളതിനെ പ്രത്യേകമായിട്ട് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളതിനെ നമുക്കതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതാകുമ്പോഴത്തേക്ക് അതിൻ്റെ മസാലയൊക്കെ നമ്മളിടുമ്പോൾ അതിനകത്തോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ കറിക്കുള്ളതും നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതും രണ്ട് ഇതിലോട്ട് മാറ്റണം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു 5-6 മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ കറിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനുള്ള മസാല പുരട്ടാം. അതിന് മുളക് പൊടി ഇടണം. നമുക്ക് എരിക്കുള്ള ആവശ്യത്തിന് മുളക് പൊടി, ചിലർക്ക് എരിവ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അങ്ങനെ ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇനി അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടെയൊക്കെ ചതച്ചിട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ചെയ്യണില്ല, വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചതച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണം. നമ്മൾ സൺഫ്ലവറിലും പിന്നെ അല്ലാതെ പാം ഓയിൽ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അല്ലാതെ നമുക്ക് ഇതേപോലെ പഴംപൊരി അല്ലാതെ സ്നാക്സൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ മറ്റത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ ചിക്കനും ഫിഷൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അല്ലാത്ത കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഇത് മസാലയൊക്കെ പുരട്ടിയ ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്കൊന്ന് ഇതിന് മാറ്റി വെച്ചിരിക്കണം. അതാകുമ്പോഴത്തേക്കും ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ വറുത്ത മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ചിക്കനായാലും ഫിഷിലായാലും അത് തന്നെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഈ മീൻ എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ഭാഗവും നല്ല വൃത്തിയായിട്ടൊക്കെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മൂത്തതിന് ശേഷം ആ ഭാഗം തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് ഏത് മീൻ പൊരിക്കാനാണെങ്കിലും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇത് ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്താൽ മതി, അത് ഭയങ്കര നിർബന്ധമല്ല. പിന്നെ കുരുമുളകില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുരുമുളകും കൂടി ഇടുമ്പോഴാണ് കുറേ കൂടെ നല്ല ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് നമുക്കിത് മറുഭാഗം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.